സന്ധ്യ സൂര്യയുടെ സംവിധാനത്തിൽ ഷഹാന ഗോസ്വാമി ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹിന്ദി ചിത്രം സന്തോഷ് ഇന്ത്യയിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിലേക്കും നിയമപാലന സംവിധാനത്തിലെ അപാകതകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു ഗൗരവമേറിയ ചലച്ചിത്രമാണ്. ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് പോലീസ് യൂണിഫോമിലേക്ക് മാറിഞ്ഞുവരുന്ന സന്തോഷ് സൈനി എന്ന സ്ത്രീയുടെ അതിജീവന കഥയാണ് ചിത്രം പറയുന്നത്. ബ്രിട്ടന്റെ ഓസ്കാർ എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ചിത്രം കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ നിരൂപക പ്രശംസ നേടിയിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിധവയായ സന്തോഷ് സൈനി തന്റെ ഭർത്താവിന്റെ മരണശേഷം അതേ തസ്തികയിൽ ജോലിക്ക് പ്രവേശിക്കുന്നിടത്ത് നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഈ കഥ ജാതി, മതം, അഴിമതി, ലിംഗവിവേചനം, പോലീസ് അതിക്രമങ്ങൾ തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളെ ഗൗരവമായി ചർച്ച ചെയ്യുന്നു. ഒരു ദളിത് യുവതിയുടെ കൊലപാതകവും ബലാത്സംഗവും സന്തോഷിന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുകയും അവൾക്ക് ഉയർന്ന ഉദ്യോഗസ്ഥയായ ഗീതാ ശർമ്മയുടെ കീഴിൽ ഈ കേസ് അന്വേഷിക്കേണ്ടി വരികയും ചെയ്യുന്നു. സന്തോഷ് ഒരു സാധാരണ പോലീസ് സിനിമ എന്നതിലുപരി ഇന്ത്യൻ സമൂഹത്തിലെ തകർന്ന വ്യവസ്ഥിതികളെയും അതിലെ സ്ത്രീകളുടെ പോരാട്ടങ്ങളെയും തുറന്നുകാട്ടുന്ന ഒരു ചിത്രം കൂടിയാണ്. ചിത്രത്തിൽ അഴിമതി, ജാതി വിവേചനം, മതപരമായ പക്ഷപാതം, പോലീസ് അതിക്രമങ്ങൾ എന്നിവ അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. നിയമപാലന രംഗത്ത് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും അവർക്ക് നേരിടേണ്ടി വരുന്ന വിവേചനങ്ങളും സിനിമ വ്യക്തമാക്കുന്നു. അധികാരത്തിന്റെ ദുരുപയോഗവും നീതിന്യായ വ്യവസ്ഥയുടെ ദുർബലതയും ചിത്രത്തിൽ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. സംവിധായിക സന്ധ്യ സൂര്യയുടെ ആദ്യ ഫീച്ചർ ഫിലിമാണിത്. സംഘർഷഭരിതമായ രംഗങ്ങളെ അമിതമായി നാടകീയമാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. മറിച്ച് പലപ്പോഴും നിശബ്ദവും ശാന്തവുമായ നിമിഷങ്ങളിലൂടെയാണ് സിനിമയുടെ നിർണായക മുഹൂർത്തങ്ങൾ കാഴ്ചക്കാരിലേക്കെത്തുന്നത്. ഇത് സിനിമയ്ക്ക് ഒരു യാഥാർത്ഥ്യബോധം നൽകുന്നു. ഓരോ രംഗത്തിനും വേണ്ടി നടത്തിയ സൂക്ഷ്മമായ സമീപനം എടുത്തുപറയേണ്ടതാണ്. ഷഹാന ഗോസ്വാമിയുടെ പ്രകടനം ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ്. സന്തോഷ് സൈനി എന്ന കഥാപാത്രത്തെ അവർ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അവരുടെ നിരന്തരമായ ശ്രമങ്ങൾ ചിലപ്പോൾ രസകരവും മറ്റു ചിലപ്പോൾ വേദനാജനകവുമാണ്. അഴിമതിയും നിയമലംഘനങ്ങളും ആദ്യമായി നേരിടുന്ന രംഗങ്ങൾ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. സുനിത രാജ്വാർ, ഷാജോൺ, മല്ലിക, ആശ അരവിന്ദ് തുടങ്ങിയ മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കി. സിനിമ ഒരേ സമയം ഇന്ത്യൻ സമൂഹത്തിലെ ജാതി, മത, ലിംഗപരമായ വിവേചനങ്ങളെയും അഴിമതിയെയും യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുകയും തകർന്ന ഒരു വ്യവസ്ഥിതിയിൽ വ്യക്തികൾക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്ന ചോദ്യം ബാക്കിവയ്ക്കുകയും ചെയ്യുന്നു. സംവിധായിക ഒരു സാധാരണ പോലീസ് സ്റ്റോറിയായി ഇതിനെ മാറ്റാതെ വിഷയങ്ങളെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നിടത്ത് സിനിമ കാണുന്ന പ്രേക്ഷകരുടെ ഹൃദയം തൊടുന്നു. ബ്രിട്ടന്റെ 2025 ഓസ്കാർ എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ചിത്രം കാൻ ചലച്ചിത്രമേളയിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കപ്പെടുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ ഈ സിനിമയുടെ പ്രദർശനം സെൻസർ ബോർഡ് തടഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം നേടി. സന്തോഷ് എന്ന സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ തടഞ്ഞതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. 1. സ്ത്രീവിരുദ്ധതയുടെ ചിത്രീകരണം. ചിത്രത്തിൽ സ്ത്രീവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ ഉണ്ടെന്നതാണ് ഒരു പ്രധാന ആരോപണം. സിനിമയിലെ ചില രംഗങ്ങൾ സ്ത്രീകളെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന ആശങ്ക സെൻസർ ബോർഡ് ഉയർത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. 2. ഇസ്ലാമോഫോബിയയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള വിഷയങ്ങൾ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതും നിബന്ധനയ്ക്ക് കാരണമായി. സമൂഹത്തിൽ വർഗീയത വളർത്താൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് ഈ നിബന്ധനം. 3. ഇന്ത്യൻ പോലീസ് സേനയ്ക്കുള്ളിലെ അതിക്രമങ്ങളെയും ക്രമക്കേടുകളെയും ചിത്രം വിമർശനാത്മകമായി സമീപിക്കുന്നുണ്ട്. ഇത് നിയമപാലകരെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന വിമർശനവും നിബന്ധനത്തിന് കാരണമായി. സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട മാറ്റങ്ങൾ വരുത്താൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ തയ്യാറായില്ല എന്നും അത് സിനിമയുടെ യഥാർത്ഥ ആത്മാവിനെ നശിപ്പിക്കുമെന്നും അവർ വാദിച്ചു. ഇത് നിബന്ധനത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലൊന്നാണെന്നും പറയുന്നു. ഒരു വശത്ത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടുന്ന ഒരു ചിത്രം മറുവശത്ത് സ്വന്തം നാട്ടിൽ നിഷേധിക്കപ്പെടുന്നു എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സന്ധ്യ സൂരി പോലുള്ള ഒരു സംവിധായിക താൻ പറയാനുദ്ദേശിക്കുന്ന വിഷയങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ സെൻസർ ബോർഡ് തടയുന്നത് കലയുടെ സ്വതന്ത്രമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും വിമർശനമുയരുന്നുണ്ട്. സിനിമ ഒരു സാമൂഹിക പ്രതിഫലനവും കൂടിയാണ്. സമൂഹത്തിലെ പ്രശ്നങ്ങളെയും തെറ്റുകളെയും തുറന്നു കാണിക്കാൻ സിനിമയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അത്തരമൊരു ശ്രമം സെൻസർ ചെയ്യപ്പെടുന്നത് സമൂഹത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ മൂടിവയ്ക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാകാമെന്നും വിമർശനമുണ്ട്. എന്നിരുന്നാലും ക്ലീശകളിലുള്ള ആശ്രയം, അമിത പ്രമേയ അവതരണം,
വൈകാരികമായ അകലം, സംഭാഷണങ്ങളിലെ കൃത്രിമത്വം, പ്രതീക്ഷയില്ലാത്ത അവസാനം എന്നിവ കൊണ്ട് ചില വിമർശനങ്ങളും സിനിമ അർഹിക്കുന്നു. സന്തോഷ് എന്നത് ഒരു സാധാരണ സിനിമയല്ല. ഇന്ത്യൻ സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ ചലച്ചിത്ര അനുഭവമാണിത്. ഷഹാന ഗോസ്വാമിയുടെ മികച്ച പ്രകടനവും സന്ധ്യാ സൂര്യയുടെ സംവിധാന മികവും ഈ ചിത്രത്തെ ശ്രദ്ധേയമാക്കുന്നു. ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല, മറിച്ച് ഒരു സമൂഹത്തിലെ തകരാറുകളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഫീൽ ബാഡ് ചിത്രമാണ്.